ഹായ്, SL ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം 17 സെക്കൻഡ് സീക്രട്സ്. അതായത് ഇത് കുറച്ച് പേർക്ക് ഇങ്ങനെ അറിയുന്നുണ്ടായിരിക്കും എന്താണ് സംഭവം എന്നുള്ളത്. പക്ഷെ മറ്റു ചിലർക്കും ഇത് അറിയുന്നുണ്ടാവില്ല. ഇതെന്താണ്, ഇത് ചെയ്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഉണ്ടാവുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടാവില്ല. സോ ഇന്നത്തെ വീഡിയോയിൽ 70 സെക്കൻഡ്സ് സീക്രട്ട് ആണ് പറയുന്നത്. അപ്പൊ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ഇത്രയേ ഉള്ളൂ. ഇതൊരു മാനിഫെസ്റ്റേഷൻ രീതിയാണ്. 17 സെക്കൻഡ് നമ്മളുടെ ആഗ്രഹം എന്താണെന്നുള്ളത് നമ്മുടെ മൈൻഡിൽ ഹോൾഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം. മാത്രമല്ല, ഈ ഒരു രീതിയിലൂടെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ വളരെ പെട്ടെന്ന് തന്നെ നടക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണിത്. അപ്പൊ ഇത് ഇന്ന ആഗ്രഹത്തിന് എന്നൊന്നുമില്ല, ഏതൊരു ആഗ്രഹത്തിനും നിങ്ങൾക്കിത് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു മെത്തേഡ് എങ്ങനെയാണ് നമ്മുടെ എക്സിനെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളതാണ്. മീൻസ് എക്സിനെ നിങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരാനായിട്ട് ഈ ഒരു മെത്തേഡ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ എന്താണെന്നുള്ളത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറയുന്നുണ്ട്. ആ രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് കാം ആക്കുക എന്നുള്ളതാണ്. അതായത് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ടെൻഷനിലൊക്കെ ഇരിക്കുന്ന ആളായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് കൂൾ ആക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ബ്രീത്ത് ഇൻ എക്സസൈസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. ഒരു 10-20 പ്രാവശ്യം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ഓക്കെ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ മുഴുവനായിട്ടും നിങ്ങൾ ഓക്കെ ആയി എന്ന് തോന്നുന്ന സമയത്ത് നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ദെൻ നിങ്ങൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കണ്ണുകൾ അടച്ചിരിക്കുക എന്നുള്ളതാണ്. കണ്ണുകൾ അടച്ചതിന് ശേഷം നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു പേഴ്സൺ, ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അതായത് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്, നിങ്ങളുടെ തൊട്ടു മുന്നിൽ ആ പേഴ്സൺ ഇരിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അവർ തിരിച്ചു വന്നു കഴിയുമ്പോൾ നിങ്ങൾ എത്രത്തോളം ഹാപ്പി ആയിരിക്കും, നിങ്ങൾക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾക്ക് അപ്പം തന്നെ ഫീൽ ചെയ്യാനായിട്ട് കഴിയണം. മീൻസ് ആ ഒരു സന്തോഷം അപ്പൊ നിങ്ങൾ കാണിക്കുക എന്നുള്ളതാണ്. ആ ഒരു ഫീലിങ്സ് ആയിരിക്കണം നിങ്ങൾക്ക് അപ്പോൾ ഉണ്ടാവേണ്ടത്, നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ടത് അത്രയും സന്തോഷമായിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷം നിങ്ങളൊരു 3 സെന്റൻസ് 7 പ്രാവശ്യം പറയാനുണ്ട്. അതായത് ഞാനൊരു 3 സെന്റൻസ് പറഞ്ഞിരുന്നുണ്ട്. ആ 3 സെന്റൻസും നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് ചെയ്യേണ്ടത്. അതിൽ ഓരോ സെന്റൻസും 7 പ്രാവശ്യമായിട്ട് വേണം പറയാനായിട്ട്. അപ്പൊ ഇങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് ആ ഒരു 17 സെക്കൻഡ് കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഓരോ സെന്റൻസും 7 പ്രാവശ്യം പറഞ്ഞാലാണ് കറക്റ്റ് നമുക്ക് 17 സെക്കൻഡ് അത് ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് ആ 3 സെന്റൻസ് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്ന പേരെന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു നെയിമാണ്. പക്ഷെ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് നിങ്ങൾ സ്നേഹിക്കുന്ന, നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പേഴ്സന്റെ പേരാണ്. അപ്പൊ നമ്മളുടെ ഒന്നാമത്തെ സെന്റൻസ് എന്ന് പറയുന്നത്, ഞാൻ വീണ്ടും പറയുന്നു, ഞാൻ യൂസ് ചെയ്യുന്ന പേരല്ല നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾ സ്നേഹിക്കുന്ന ആളുടെ പേരാണ്. സോ നമ്മുടെ ഫസ്റ്റ് സെന്റൻസ് ഇതാണ്: ദീപു എന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ദീപു എന്നുള്ളത് ഞാൻ പറയുന്ന ഒരു പേര് മാത്രമാണ്. അവിടെ ഇപ്പൊ നിങ്ങൾ സ്നേഹിക്കുന്ന ആളുടെ പേര് അനു എന്നാണെങ്കിൽ ആ ഒരു പേര് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാം. ഓക്കെ, അപ്പോൾ ദീപു എന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ സെന്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെന്റൻസ് നിങ്ങൾ 7 പ്രാവശ്യം കണ്ടിന്യൂസ് ആയിട്ട് പറയാം. അപ്പൊ നമ്മുടെ രണ്ടാമത്തെ സെന്റൻസ് എന്ന് പറയുന്നത് ദീപുവും ഞാനും കൂടുതൽ അടുപ്പത്തിലാകുന്നു എന്നുള്ളതാണ്. ദീപുവും ഞാനും കൂടുതൽ അടുപ്പത്തിലാകുന്നു. ഇത് നിങ്ങളൊരു 7 പ്രാവശ്യം പറയാം. ഈ ഓരോ സെന്റൻസും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രമാണ് അപ്പൊ നിങ്ങൾക്ക് പറയാനായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങളൊരു 7 പ്രാവശ്യം പറയാം. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ സെന്റൻസ് എന്ന് പറയുന്നത് ദീപു എന്റെ ജീവിതത്തിലേക്ക് വരുന്നത് എനിക്ക് ഇഷ്ടമാണ്. ഈ ഒരു സെന്റൻസും നിങ്ങൾ 7 പ്രാവശ്യം പറയാം. അപ്പോൾ ഈ ഓരോ സെന്റൻസും നിങ്ങൾ 7 പ്രാവശ്യം പറഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് യെസ് ഇത് നടക്കുന്നു എന്നുള്ളത് 3 പ്രാവശ്യം പറയുക എന്നുള്ളതാണ്. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. പറഞ്ഞ ഓരോ സെന്റൻസും 7 പ്രാവശ്യം പറയാം. അത് കഴിഞ്ഞിട്ട് ഇത് നടക്കുന്നു, അതായത് മീൻസ് യെസ് ഇത് നടക്കുന്നു, യെസ് ഇത് നടക്കുന്നു, യെസ് ഇത് നടക്കുന്നു, ഇങ്ങനെ ഒരു 3 പ്രാവശ്യം പറയാം. ഇത്രയാണ് നിങ്ങളിവിടെ ചെയ്യാനുള്ളത്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഏറ്റവും ലാസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്ന് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങൾ അവരെ കുറിച്ച് ആലോചിക്കുക. അവർ തിരിച്ചു വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ, അങ്ങനെ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ ഒരുമിച്ചുള്ള ഓരോ മൊമെന്റ്സും നിങ്ങൾ ആലോചിക്കുക. അങ്ങനെ നല്ല രീതിയിൽ ഒന്ന് വിഷ്വലൈസ് ചെയ്യുക. ഒരുപാട് നേരം ചെയ്യേണ്ട, കുറച്ച് നേരം ഒന്ന് ചെയ്താൽ മതി. ദെൻ അത് കഴിഞ്ഞിട്ട് ഒരു 2-3 പ്രാവശ്യം ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യാം. ഇത്രയാണ് നിങ്ങൾക്ക് ഇവിടെ ചെയ്യാനുള്ളൂ. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് ഒരു 17 സെക്കൻഡ് മാത്രമേ നമുക്ക് ഇതിന് ആവശ്യമുള്ളൂ. 17 സെക്കൻഡ് എന്ന് പറയുമ്പോൾ വിചാരിക്കും ഇത്രയും ചെറിയ സമയം കൊണ്ടൊക്കെ എന്ത് നടക്കാൻ അല്ലെങ്കിൽ എന്ത് കിട്ടാന്നൊക്കെ വിചാരിക്കും. പക്ഷേ വളരെയധികം പവർഫുൾ ആയിട്ടുള്ളതാണ്.
ഇത് വളരെ കുറച്ച് പേർക്ക് അറിയണ്ടാവുള്ളൂ, ബാക്കിയുള്ളവർക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു ടോപ്പിക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേറെ മാനിഫെസ്റ്റേഷൻ മെത്തേഡ്സിനെ കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ മുകളിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് നിങ്ങൾക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ രീതി തന്നെ ഒന്ന് ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്